കാസർഗോഡ് ജില്ലയിലെ MLA എവിടെ പോയി, MP എവിടെ പോയി, രാഷ്ട്രീയ നേതാക്കന്മാർ എവിടെ പോയി, ഒരു പാവാട വള്ളി കിട്ടിയാൽ ചാനൽ ചർച്ച നടത്തുന്ന ചാനലുകാരെ എവിടെ പോയി? എന്തേ ഇതിനു വേണ്ടി പത്രസമ്മേളനം നടത്താത്തത്? എന്തേ ചാനൽ ചർച്ച നടത്താത്തത്? കാസർഗോഡ് ജില്ലയിൽ പണി പൂർത്തിയാകാതെ ഈ അനാഥാലയം പോലെ ഈ നിൽക്കുന്ന ഈ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, ഇത് കാസർഗോഡ് ജില്ലക്കാർക്ക് കിട്ടേണ്ട ഔദാര്യമല്ല, ഇത് അവകാശമാണ്. ഞങ്ങൾക്ക് കിട്ടിയേ പറ്റും. രാഷ്ട്രീയ പാർട്ടിക്കാരും ആരും ഇറങ്ങുന്നില്ലെങ്കിൽ നമ്മൾ പൊതുജനങ്ങൾ ഇറങ്ങേണ്ടി വരും. ജനുവരി 27, 2026 ആ ഒരു ദിവസം അവസാനത്തെ യുദ്ധമാണ്. 27 നടക്കാൻ പോകുന്നത് നമ്മുടെ അവസാനത്തെ പോരാട്ടമായിരിക്കാം. ചിലപ്പോൾ തെരുവിൽ ജനങ്ങളില്ല എങ്കിൽ, ഈ സമരത്തിന് നിങ്ങൾ പിന്തുണ അർപ്പിച്ചില്ല എങ്കിൽ, നമ്മൾ എന്നും നെയ്ക്കുമായിട്ട് തോറ്റുപോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. ആദർ കരിപ്പൊടി പറഞ്ഞതുപോലെ മറക്കരുത്. പറ്റുന്നവരൊക്കെ ഈ ഒരു പ്രതിഷേധത്തില്, ഈ ഒരു സമരത്തില് പങ്കെടുക്കണം, അത് വിജയിപ്പിക്കണം. ഈ ഒരു മെഡിക്കൽ കോളേജ് നമുക്ക് നേടിയെടുത്തേ പറ്റും. ജാതിയോ മതമോ രാഷ്ട്രീയമോ ജില്ലയോ ഒന്നും നോക്കാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റും. ഇത് ഞങ്ങൾക്കുള്ള ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണ്. അപ്പൊ 27 കാസർഗോഡ് വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്ത്, ഇവിടെയല്ല, കാസർഗോഡ് വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്തേക്ക് നിങ്ങൾ എല്ലാവരും എത്തുക. ഒരിക്കൽ കൂടി പറയുന്നു, അന്നൊരു കാരണവശാലും ഉറങ്ങിപ്പോകരുത്. പിന്നീട് ഒരിക്കലും നമ്മൾ എണിക്കുകയില്ല. കൃത്യം 10 മണിക്ക് അവിടെ എത്തും.